നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 7-ന് പോളിംഗ് ആരംഭിക്കും. വോട്ടുറപ്പിക്കാൻ അവസാനഘട്ട പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ. ഓൺലൈൻ പെൺവാണിഭ സംഘം ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തിലെ 3 പേർ. പിടിയിലായവരിൽ പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി. സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെതിരെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് VS സുനിൽകുമാർ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനഘട്ട പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശബ്ദപ്രചരണത്തിന് കൊട്ടിക്കലാശമായെങ്കിലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സാധ്യമായ എല്ലാ രീതികളും മുന്നണികൾ പയറ്റുകയാണ്. രാവിലെ നാട് പോളിംഗ് ബൂത്തിലെത്തും. ഷൊർണൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിക്കും. സ്ട്രോങ് റൂം സജ്ജീകരിച്ച ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. രാവിലെ 10:30 മണിയോടെ റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂം തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 11 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. അതാത് പോളിംഗ് ഉദ്യോഗസ്ഥർ സാമഗ്രികൾ ഏറ്റുവാങ്ങി. 4 കൗണ്ടറുകൾ വഴിയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ 35 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അതാത് പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. രാവിലെ മുതൽ നഗരസഭാ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് സജീവമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടി. നെന്മിണി സ്വദേശി അജയ്, SL പുരം നെൻപിടി സ്വദേശി ഷോജിൻ, പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സൈബർ പട്രോളിംഗ് വഴിയാണ് പ്രതികൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെൺവാണിഭം നടത്തുന്ന വിവരങ്ങൾ ലഭിച്ചത്. ഒരു രാത്രിക്ക് 30,000 രൂപ വരെ വിലപേശിയാണ് ഇവരുടെ നടത്തിപ്പ്. ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിലും 1000-നും മേലെ ആളുകളുണ്ട്. ടീം RMS എന്നാണ് ഗ്രൂപ്പുകൾക്ക് ഇവർ ഇട്ടിരിക്കുന്ന പേര്. ആവശ്യാനുസരണം ഗ്രൂപ്പുകളിൽ അഡ്മിനായ അജയ് സ്ത്രീകളുടെ ഫോട്ടോകൾ അയക്കും. തുടർന്ന് ഏജന്റുകൾ വഴി ആളുകളെ വിവിധ ഹോട്ടൽ മുറികളിൽ എത്തിക്കുന്നതാണ് രീതി. കേരളത്തിലുടനീളം ഇതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. ചൂണ്ടിക്കാട്ടിയാണ് മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ വിമർശനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് VS സുനിൽകുമാർ രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തത് തൃശൂരിലാണെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ശാസ്താമംഗലത്ത് വോട്ട് ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സുനിൽകുമാർ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിയും മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഒരിക്കലും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഏത് മണ്ഡലക്കാരനാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ ലംഘനമാണ്. എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു വിവാദപരമായിട്ടുള്ള ഇപ്പൊ ഒരുപക്ഷെ പലപ്പോഴും ചില ആളുകളുടെ പേര് അവിടെ ഇവിടെയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ടുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിശദീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുകയും എന്നോട് തന്നെ വിശദീകരണം വയ്ക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, MP ആണ്. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവായിട്ടൊരു വ്യക്തി ഇത്തരത്തിൽ യാതൊരു മറയുമില്ലാതെ നഗ്നമായ ഇലക്ഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. ടൗണിലെ LP സ്കൂൾ മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിക്കുമെന്നും ഇതിന്റെ പ്രവൃത്തികൾ നടക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു. ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുമുള്ള തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു. ടൗണിലെ LP സ്കൂളിലെ ബൂത്ത് മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും. വിതരണ കേന്ദ്രത്തിലും മാലിന്യം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്.
മോഡൽ ബൂത്തിൻ്റെ മിനിയേച്ചർ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മിനിയേച്ചർ പ്രദർശിപ്പിക്കുക. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മിനിയേച്ചറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭയിലെ തന്നെ ശുചീകരണ തൊഴിലാളികളായ ആനന്ദൻ, ബിജു ജോസ് എന്നിവരാണ്. ഓലയും പട്ടയും കൊണ്ട് ഹരിതബൂത്തുകൾ തയ്യാറാക്കിയാൽ അവ പിന്നീട് വേസ്റ്റായി മാറുമെന്ന് കരുതിയാണ് പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ ഹരിതബൂത്തുകൾ ഒരുക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ പി ശിവൻ STVയോട് പറഞ്ഞു. അതുപോലെ തന്നെ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള ബൂത്തുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഓലയും പട്ടയും അതുപോലെ തന്നെ ഒക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷെ അത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബൂത്തിലും ഹരിതകർമ്മസേനയെ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച 3 ബിന്നുകൾ 3 ബൂത്തുകളിൽ സ്ഥാപിക്കും. മറ്റു ബൂത്തുകളിൽ പ്ലാസ്റ്റിക് ബിന്നുകളാണ് ഉപയോഗിക്കുക. എല്ലാ ബൂത്തുകളിലും മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനുമായി ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം തുടരുന്നു. ഡിസംബർ 15 തിങ്കളാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പരിമണം ബാബു, കുറിച്ചി നാരായണൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ. അപൂർവം ചില ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശിവപുരാണ മഹായജ്ഞം നടക്കാറുള്ളത്. തിങ്കളാഴ്ച രാവിലെ ശിവ സഹസ്രനാമജപം, പുരാണ ഗ്രന്ഥ സമർപ്പണം, ശിവപുരാണ പാരായണം, രുദ്രാഭിഷേകം, അന്നപ്രസാദം, വൈകിട്ട് പാർവതി സ്വയംവര ഘോഷയാത്ര, ആചാര്യ പ്രഭാഷണം എന്നിവയുണ്ടായി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ഉമാമഹേശ്വര പൂജ, ദീപാരാധന, രാത്രി യജ്ഞശാലയിൽ ദീപാരാധന, ഭജനമ, ദീപപ്രദക്ഷിണം, മംഗളാരതി തുടങ്ങിയവ നടന്നു. ഡിസംബർ 16 പ്രതിഷ്ഠാ ദിനത്തോടെ 12 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാശിവപുരാണ ജ്ഞാനയജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനകുറിശ്ശി തൃത്താന്തൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്ന മോഷ്ടാവ് ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് കൊടുമുണ്ട നെടിപുരം വീട്ടിൽ കൃഷ്ണാനന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ നവംബർ 24 വാടാനംകുറിശ്ശി പൊയിലൂർ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. അമ്പലത്തിന്റെ ഗേറ്റിന് പുറത്തും ക്ഷേത്രമതിൽക്കെട്ടിനകത്തുമുള്ള ഭണ്ഡാരങ്ങൾ തകർത്ത് 20,000 രൂപയാണ് മോഷ്ടാവ് കവർന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും കളവിന്റെ ശൈലി സംബന്ധിച്ച് വിശകലനം നടത്തിയുമാണ് പോലീസ് പ്രതിയായ കൃഷ്ണാനന്ദനിലേക്ക് എത്തിയത്. ഇക്കഴിഞ്ഞ 7 രാത്രി വാടാനംകുറിശ്ശി കുമ്പാരംകെട്ടി രുദ്രാല ഭഗവതി ക്ഷേത്രത്തിനു സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കൃഷ്ണാനന്ദനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് തൃത്താന്തോന്നി മോഷണത്തിൻ്റെ ചുരുളഴിയുന്നത്. പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 20ഓളം ക്ഷേത്രമോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ V രവികുമാറിൻ്റെ നേതൃത്വത്തിൽ SIP സേതുമാധവൻ, ASI രാജീവ്, SCPO അരുൺ, സജീഷ്, CPO സുജി ശേഖർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര JCI മങ്കര NNN അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കൾക്കായി തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ക്ലാസ് നയിച്ചു. ജനാധിപത്യ രാജ്യം ഏതാണ് ചോദിച്ചാൽ ഏതാണ് അറിയാം. അതിൽ തർക്കമുണ്ടോ? ഇല്ലല്ലോ. ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? കൃത്യമായ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്നത്. 5 വർഷക്കാലമാണ് നമ്മുടെ മാൻഡേറ്റ്. 5 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ മങ്കര ഗ്രാമപഞ്ചായത്തില് 5 വർഷം മുമ്പ് പ്രസിഡന്റാക്കി അല്ലെ? ആ പ്രസിഡന്റാക്കി 5 വർഷം കഴിഞ്ഞു. ഞാൻ എത്ര നന്നായി ഭരിച്ചാലും, ഇപ്പൊ പ്രവീൺ സാർ പറഞ്ഞു, എത്ര നന്നായി ഭരിച്ചാലും 5 കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവം? JCI മങ്കര NNN അക്കാദമി പ്രസിഡന്റ് MP ആരതി അധ്യക്ഷത വഹിച്ചു. യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ പരിപാടികൾ അരങ്ങേറി. തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ യുവജന പ്രസംഗങ്ങൾ, തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്വിസ് മത്സരം, ജനാധിപത്യ പങ്കാളിത്തം പ്രാധാന്യമാക്കി യുവജന റാലി, പ്ലക്കാർഡുകളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ, വോട്ടിംഗ് പ്രാധാന്യം അവതരിപ്പിക്കുന്ന വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. സർഗാത്മക മനസ്സുകൾ, ആത്മവിശ്വാസമുള്ള ശബ്ദങ്ങൾ, അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ, ശക്തമായ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്ന യുവാക്കൾ എന്നിവരെ വാർത്തെടുക്കുകയാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ
പ്രതിഭ MS സ്വാഗതവും സെക്രട്ടറി ബിക്ഷ ബഷീർ നന്ദിയും പറഞ്ഞു. കൂടാതെ JCI മുൻ പ്രസിഡന്റ് JFM ജസീല, അക്കാദമിക് ഡയറക്ടർ പ്രവീൺ S മാധവൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 7-ന് പോളിംഗ് ആരംഭിക്കും. വോട്ടുറപ്പിക്കാൻ അവസാനഘട്ട പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ. ഓൺലൈൻ പെൺവാണിഭ സംഘം ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കേരളത്തിലുടനീളം ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തിലെ 3 പേർ. പിടിയിലായവരിൽ പട്ടാമ്പി പെരിങ്ങോട് സ്വദേശി. സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെതിരെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് VS സുനിൽകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.